ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ക്രൈം ത്രില്ലർ കോമഡി മൂവിയായിട്ട് പുറത്തിറങ്ങിയ അഡൽട്ട് ഹുഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സഹോദരങ്ങളായിട്ടുള്ള നോഹയും മെഗും ഇവർ രണ്ടുപേരും അവരുടെ അമ്മയുടെ വീട് പരിശോധിക്കുമ്പോൾ ബേസ്മെന്റിൽ നിന്നും ഇവർക്കൊരു ശരീരം കിട്ടുന്നു. അതിനുശേഷം ഈ ശരീരം എങ്ങനെയാണ് ഇവിടെ വന്നത്, അത് ഒളിപ്പിക്കാനാണ് ഇവർ ചെയ്ത കാര്യങ്ങൾ, അവസാനം എന്തായി എന്നെല്ലാം ആദ്യം മുതൽ അവസാനം വരെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ മൂവി കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ ജൂഡി എന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ അവരുടെ വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അവരുടെ സഹായത്തിനായിട്ട് ഗ്രേസ് എന്ന് പറഞ്ഞൊരു നേഴ്സ് വീട്ടിലുണ്ട്. അങ്ങനെ ഗ്രേസ് അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്യുന്ന സമയത്ത് ജൂഡി ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുകളിലായിട്ട് ഒരു ജോക്കറിന്റെ പാവയുണ്ട്. അതെടുക്കാൻ വേണ്ടി ജൂഡി എന്ന് പറഞ്ഞ സ്ത്രീ എന്താ ചെയ്യുന്നറിയോ, അവരുടെ ആ ഒരു കസേര എടുത്ത് അടുത്തേക്കിട്ട് അതിൽ കയറി നിന്ന് ഇത് എടുക്കാൻ ശ്രമിക്കും. പക്ഷെ ആദ്യത്തെ ശ്രമത്തിൽ അവർക്ക് എന്തായാലും കഴിയത്തില്ല. എന്നിട്ട് രണ്ടാമത്തെ തവണ ആ സ്റ്റൂള് അടുത്തേക്ക് ചേർത്ത് വെച്ചിട്ട് കയറാനായിട്ട് നിൽക്കുമ്പോൾ ഇതുപോലെ അവർ താഴെ വന്ന് വീഴുന്നതും അത് കഴിഞ്ഞ് ജൂഡിയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെയാണ് ജൂഡിയുടെ മക്കളായിട്ടുള്ള മെഗും അതേപോലെ തന്നെ നോഹയും വരുന്നത്. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ നോഹ മെഗിനോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് സ്ട്രോക്കാണ്, കൂടുതലായിട്ടൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അമ്മയുടെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയിട്ടുള്ള പണം എവിടുന്ന് കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കാണ് മേഘന്റെ ഭർത്താവ് ഡീഗോ അവിടേക്ക് വന്നിട്ട് അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ മേഘൻ പറയും, നീ എന്തായാലും കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ, ഇതിന്റെ കാര്യം എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ അവിടേക്ക് വരാമെന്നും പറഞ്ഞ് ഡീഗോ ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവരുടെ അമ്മയെ കാണാൻ വേണ്ടി ആ റൂമിനകത്തേക്ക് കയറി പോയിട്ട് കുറച്ചു നേരം അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഇതിനു മുന്നേ നോഹയ്ക്കും ഇതുപോലെ സ്ട്രോക്ക് വന്നുള്ളൊരു കാര്യവും അവനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നോഹ താമസിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. അതുപോലെ ഈ സിറ്റിയിലൂടെ പോകുമ്പോൾ റോഡിൽ വെച്ചിട്ട് ഡക് മെഡ്സഗർ എന്ന് പറഞ്ഞ ഒരാൾ അവർ കാണുന്നുണ്ട്. അപ്പോൾ മെഗ് പറയും, അയാൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഹോമിലാണ് താമസിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ജൂഡിയുടെ വീട്ടിലേക്ക് വരുന്നു. കാറിൽ നിന്നിറങ്ങിയ രണ്ടുപേരും അകത്തേക്ക് ചെന്നിട്ട് അവിടെ ആകെ അലങ്കോലമായിട്ട് കിടക്കാണ്, അത്ര വലിയ വൃത്തിയൊന്നുമില്ല. അപ്പോൾ നോവ പറയും, ശരി ഞാനിതായാലും റൂമിലേക്ക് പോകണം, എനിക്കൊന്ന് കിടക്കണം, കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നോഹ ശരി ഞാൻ താഴേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോൾ നോഹയും അവളോടൊപ്പം തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ വർഷങ്ങളായി ഇവർ ഈ ഒരു ബേസ്മെന്റിൽ തന്നെ ഇറങ്ങിയിട്ട്, കാരണം അവർ ഈ വീട് വിട്ട് പോയതിനു ശേഷം ഇപ്പോഴാണല്ലോ തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് പലയിടങ്ങളിലായിട്ട് ഈ ഒരു ബേസ്മെന്റിൽ പൈപ്പുകൾ ലീക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തറയിൽ മുഴുവൻ വെള്ളം. നോഹ വന്നിട്ട് ഒരു ബോക്സ് എടുത്ത് ഇങ്ങനെ പൊക്കി നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് അവന്റെ കളിപ്പാട്ടങ്ങളായിരുന്നു. അതെല്ലാം കണ്ടിട്ട് അവൻ നല്ല ദേഷ്യത്തിൽ ഇതൊക്കെ എത്ര വിലയാണെന്നറിയൂ എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഗ് അവിടെയുള്ള ആ ഒരു പൈപ്പ് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഓഫ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അടുത്തുള്ള ആ ചുമരുണ്ടല്ലോ അത് നല്ലതുപോലെ നനഞ്ഞിരിക്കുന്നു. അതും അതിൽ വാൾപേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ മെഗ് വന്നിട്ട് അതിലിങ്ങനെ തട്ടി വലിച്ചിളക്കുമ്പോഴത്തേക്കും അത് ഇളകി വരുന്നുണ്ട്. അങ്ങനെ അവള് വലിച്ചു വരുന്നതും പെട്ടെന്ന് ആ ഒരു ചുമരിനുള്ളിൽ നിന്നും ഒരു ശരീരം പുറത്തേക്ക് വന്നിങ്ങനെ ഇരിക്കുന്നു. അതും വർഷങ്ങൾ പഴക്കമുള്ളത്. ഇത് കണ്ട് ഷോക്കായിട്ട് രണ്ടുപേരും നേരെ മുകളിലേക്ക് വന്ന്, അപ്പോ ഇത്രയും വർഷമായിട്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 1996 മുതൽ എനിക്ക് ആ ട്രാക്ക് സ്യൂട്ട് നല്ല ഓർമ്മയുണ്ട്. അത് നമ്മുടെ അയൽക്കാരനാണ്. ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് രാത്രിയാണ് നമ്മുടെ അമ്മ നമ്മളെ നേരെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയത്, അതും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ച് തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നമ്മളിവിടെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം മുകളിലായിരുന്നു. നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്കെല്ലാം മനസ്സിലാവുന്നത് ഈ ഒരു ശരീരം ഈ വീട്ടിൽ ഒളിപ്പിച്ചത് കൊണ്ടാണ് അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ വീട്ടിൽ നായെ വളർത്താത്തത്. അതേപോലെ തന്നെ അവരുടെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് അവരുടെ അമ്മ ഒരിക്കലും പോയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ആ സമയത്ത് അവരുടെ അമ്മ ചെയ്ത കാര്യങ്ങളെല്ലാം അവരിപ്പോ ഇങ്ങനെ പറയാണ്. അപ്പോൾ നോഹ പറയുന്നുണ്ട്, എന്നിട്ടാണ് നമ്മുടെ അമ്മയച്ഛനും അത് നമ്മുടെ കളിസ്ഥലമാണ്, അവിടെ പോയി കളിക്കാനെല്ലാം പറഞ്ഞത്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ. ഇനിയിപ്പോ അച്ഛൻ അബദ്ധത്തിലും എല്ലാം അയാളെ കൊന്നതായിരിക്കും. അപ്പോൾ മെഗ് പറയും, ചിലപ്പോൾ അവര് രണ്ടുപേരും ചേർന്ന് കൊന്നതാണെങ്കിലോ? ഇപ്പൊ എന്താണ് ആ സമയത്ത് സംഭവിച്ചതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ലല്ലോ. സത്യത്തിൽ ഇതിനകത്ത് മരിച്ചത് ഒരു സ്ത്രീയാണ്. അതുമല്ല ഇവരുടെ മകനെയാണ് നേരത്തെ ആ റോഡിൽ വെച്ച് കണ്ടല്ലോ അയാള്. അതുമല്ല ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞത് അയാളാണ് തന്റെ അമ്മയെ കൊന്നതെന്നാണ്. അത് കാരണമാണ് അയാൾ കുടിച്ചിട്ട് ഇപ്പൊ വീടൊന്നുമില്ലാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവർ പരസ്പരം സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മെഗ് പറയും, ശരി ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ നോഹ പറയും, ഇല്ലല്ല നിൽക്ക്, ഒരു നിമിഷം നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ മരിച്ചു, അതേപോലെ തന്നെ അവരുടെ കുട്ടികൾ പല വഴിക്കായി, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് ആരും ഈ പാറ്റി എന്ന് പറഞ്ഞ സ്ത്രീയെ പറ്റി അന്വേഷിക്കാനായിട്ട് ഇനി പോകുന്നില്ല. അതുകൊണ്ട് നമുക്കിത് വീണ്ടും കുത്തിപ്പൊക്കണോ എന്ന് ചോദിക്കുമ്പോൾ മെഗ് പറയുമില്ല, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണെന്ന് പറയുന്നതും അവൻ അതിന് സമ്മതിക്കത്തില്ല. ഇപ്പൊ അവൻ എന്താന്ന് വെച്ചാല് അവൻ കുറച്ച് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊരിക്കലും സെല്ലായി പോയിട്ടില്ല. ഇപ്പൊ ഈ ഒരു പ്രശ്നം, ഈ കേസ് ഇതെല്ലാം വന്നു കഴിഞ്ഞാല് അത് അവന്റെ ജോലിയെ ബാധിക്കും. അതേപോലെ തന്നെ ഇവരുടെ കുടുംബത്തിന്റെ ആ ഒരു പേര് അതെല്ലാം ഇനി നഷ്ടപ്പെടും. അതേപോലെ തന്നെ നിന്റെ കുട്ടികള് അവരുടെ മുത്തശ്ശി ഒരു കൊലയാളിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് മറയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട്
അത് കഴിഞ്ഞ് നമ്മുടെ മെഗ് നേരെ അവളുടെ വീട്ടിലേക്ക് പോകും. അതുപോലെ അവൾ അത്ര കംഫർട്ടല്ല. ഡീഗോ വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നോഹയാണെങ്കിൽ അവന്റെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്. ഇവിടെ നോഹയാണെങ്കിലോ വീടിനകത്ത് വീണ്ടും ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് അവന്റെ അച്ഛൻ യൂസ് ചെയ്ത തോക്കും അതേപോലെ തന്നെ കുറച്ച് ബുള്ളറ്റുകൾ അവിടെ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ അതെല്ലാം എടുത്ത് നോക്കി അടുത്ത ദിവസം ആവുന്നതും മെഗ് നേരെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ആ ബോഡി ഒളിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ആദ്യം തന്നെ ഇവർ ആ ഒരു ബോഡി നല്ലതുപോലെ ഒരു കവർ വെച്ചിട്ട് പൊതിയും. അങ്ങനെ പൊതിഞ്ഞിട്ട് അതും എടുത്ത് ഇവരുടെ കാറിലേക്ക് കൊണ്ടുവയ്ക്കാൻ വരികയാണ്. ഇപ്പൊ രണ്ടുപേരുടെ കാറും വെളിയിൽ കിടക്കാണല്ലോ. നോ പറയും നിന്റെ കാറിൽ നമുക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവള് പറയും ഇല്ല, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന അതിലാണ്. അതൊന്നും കുഴപ്പമില്ല, താഴെ നമുക്ക് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ വെക്കാം. ഇവർ ഈ ബോഡി വെളിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും റോഡിലൂടെ 1-2 വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവരാരും ഇവരെ കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരു തടാകത്തിനടുത്തേക്ക് ചെല്ലും. അവിടേക്ക് കാർ കൊണ്ട് നിർത്തിയിട്ട് ഈ ശരീരം ഉണ്ടല്ലോ അത് നേരെ തടാകത്തിലേക്ക് നമ്മുടെ നോവ അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ തടാകത്തിൽ അങ്ങ് മുക്കുകയാണ്. അപ്പൊ ഇനി എന്തായാലും ഈ ശരീരം പൊങ്ങത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം ഇവർ സാധാരണ രീതിയിൽ ഒന്നും അറിയാത്തതുപോലെ തന്നെ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മെഗ് അവളുടെ കുട്ടികളെ നേരെ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കാറിലെ റേഡിയോയിൽ ഒരു ന്യൂസ് കേൾക്കുന്നു. ഇതുപോലെ അടുത്തുള്ള ഒരു തടാകത്തില് കവറിൽ പൊതിഞ്ഞ ഒരു ശരീരം ഒഴുകി നടക്കുന്നതായിട്ടും അത് പോലീസുകാർ കണ്ടുപിടിച്ചു, ഇപ്പൊ അന്വേഷണത്തിലാണ് എന്നുള്ള കാര്യം കൂടി കേൾക്കുന്നതും അവളുടെ കിളി പോയി. അങ്ങനെ ഈ കാര്യം നേരെ നോഹയുടെ അടുത്തേക്ക് വന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട്, ഞാനും പറഞ്ഞു നീ എന്തായാലും പേടിക്കണ്ട, നമ്മൾ ശരീരം കൊണ്ട് മുക്കിയത് കൊണ്ട് തന്നെ 2-3 ദിവസം വെള്ളത്തിന്റെ അടിയിലേക്ക് കിടന്നിട്ടാണ് അത് മുകളിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം വെള്ളത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. നമ്മൾ എന്തായാലും ഇതിലില്ല, നമ്മൾ നോർമലായിട്ട് തന്നെ നടക്കാണെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അവരുടെ അമ്മയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നതും അതിനകത്തൊരു പോലീസുകാരി ഇരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അമ്മയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അമ്മ വീണ്ടും മദ്യക്കച്ചവടം എന്തെങ്കിലും ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ജൂഡി ഉണ്ടല്ലോ അവർ എഴുന്നേറ്റിട്ട് ആ നേഴ്സിനോട് എന്തോ ഒരു കാര്യം പറയാൻ വരുന്നുണ്ട്. ഇവരെല്ലാവരും എന്തോ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവരൊന്നും പറയാതെ അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഇവരെ രണ്ടുപേരും വെളിയിലേക്ക് കൊണ്ടുവന്ന ആ പോലീസുകാരി, നിങ്ങൾക്കറിയാമോ ഇവിടെ തടാകത്തിൽ നിന്നൊരു ശരീരം കിട്ടിയത്? ഇല്ല, അറിയത്തില്ല. ഓക്കെ, അവരുടെ പേര് മാറ്റി എന്നാണ്. ഡെന്തൽ റെക്കോർഡിൽ നിന്നാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. പിന്നെ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും അവരെ നല്ലതുപോലെ തന്നെ അറിയാം, കാരണം അവര് നിങ്ങളുടെ അയൽക്കാരായിരുന്നു. അതിനെപ്പറ്റി ചോദിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നോഹ മെഗിനോട് അതെ, ഞങ്ങള് കുട്ടിക്കാലത്ത് അവിടെ ഫ്രിഡ്ജ് തുറക്കാനായിട്ട് എങ്ങാണ്ടോ പോയിട്ടുണ്ട് എന്നെല്ലാം ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മെഗ് പറയും എനിക്ക് വലിയ ഓർമ്മയില്ല, ഞാൻ കുട്ടിയായിരുന്നില്ലേ. അപ്പോൾ പോലീസുകാർ പറയും ഓക്കെ, അവരെ പറ്റി അറിയാവുന്ന ആരും ഇപ്പോൾ ഇവിടെ ഇല്ല, അവരുടെ തലക്കടിച്ചാണ് ആരോ കൊന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അമ്മ എഴുന്നേൽക്കുമ്പോൾ ദേ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് കാർഡ് കൊടുത്തിട്ട് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അവരുടെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല, പാറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ജൂഡി എന്ന് പറഞ്ഞ സ്ത്രീ എന്തോ ഒരു കാര്യം പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ മെഗ് പറയും ഇല്ലല്ല, പേടിക്കണ്ട, നിങ്ങളൊന്നും പറയണ്ട, അമ്മയോ അച്ഛനും എന്ത് ചെയ്താലും അതൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അതെല്ലാം നോക്കിക്കോളാന്ന് പറയുമ്പോൾ ഈ റൂമിനകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. രണ്ടുപേരും പേടിച്ച് തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോ നേഴ്സ് വന്നിട്ടുണ്ടാവോ എന്ന് വിചാരിച്ച് തുറന്നു നോക്കുമ്പോഴത്തേക്കും ഭാഗ്യത്തിന് ആരുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അതിനകത്ത് ആരും ഉള്ളതുപോലെ പതിയെ വീടിന്റെ പുറകിലേക്ക് ചെന്ന് ആ ഒരു ഗാർഡൻ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ അമ്മയെ നോക്കുന്ന ആ നേഴ്സ് വെളിയിൽ നിന്ന് ബിയറെല്ലാം കുടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവര് അവിടെ ഫുഡെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാണ്. അപ്പൊ രണ്ടുപേരും ചെന്നിട്ട് അല്ല നിങ്ങളെന്താ ഇവിടെ? നോ ചോദിക്കും, നിങ്ങൾ എന്റെ ബിയർ എടുത്ത് കുടിക്കാണോ? അതെ, ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ ഞാൻ എടുത്ത് കുടിച്ചു. ശരി, നിങ്ങളെന്താ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും നിങ്ങളുടെ അമ്മയെ 5 മാസമായിട്ട് കൂടെ നടന്ന് നോക്കുന്നത് ഞാനാണ്. അതേപോലെ തന്നെ ഒരുപാട് പേഷ്യൻസിനെ ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അവസാനത്തെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നെല്ലാം ഇവരെന്തോ ഒരു കാര്യം അറിയുന്നത് പോലെ ഇവരോട് സംസാരിക്കുന്നു. അപ്പോൾ ഇവര് രണ്ടുപേരും ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴാണ് ആ നേഴ്സ് പറയുന്നത് നിങ്ങളുടെ അയൽക്കാരിയായിട്ടുള്ള പാറ്റിയെ കൊന്നത് നിങ്ങളുടെ അമ്മയാണെന്നുള്ള കാര്യം അവര് പറയാൻ ശ്രമിച്ചു, അത് ഞാൻ മനസ്സിലാക്കി. ഇത് കേൾക്കുന്ന നോവ എന്ത്, ഞങ്ങളുടെ അമ്മ നിന്നോട് പറഞ്ഞെന്നു, അതും പാറ്റിയെ കൊന്നെന്ന്? ഇത് വെറുതെ ഭ്രാന്ത് പറയുന്നതാണെന്ന് പറയുമ്പോൾ ഇല്ല, പോലീസുകാരൻ പറഞ്ഞു ഇത് 30 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമാണെന്ന്. ശരീരം ഇപ്പോൾ ഒരുപാട് അഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും ഞാൻ ആ ഒരു ലോണ്ടറിയിലെ തുണി വാഷ് ചെയ്യാനായിട്ട് പോവുമായിരുന്നു. ആ സമയത്ത് എല്ലാം അവിടെ എനിക്ക് എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഈ ശരീരം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും അറിയാമെന്ന് പറഞ്ഞിട്ട് സത്യങ്ങളെല്ലാം ആ നേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മെഗ് ചോദിക്കും ശരി നിനക്ക് എത്ര വേണം? $10,000. അപ്പോൾ ഇത്ര പെട്ടെന്ന് അത് തരാൻ കഴിയത്തില്ല എന്ന് മെഗ് പറയുമ്പോഴത്തേക്കും നോവ നോക്കുമ്പോൾ അവരുടെ അമ്മയുടെ റോളക്സ് വാച്ചാണ് ആ നേഴ്സ് കെട്ടിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ അമ്മയുടെ വാച്ചാണെന്ന് പറയുമ്പോൾ അതെനിക്ക് ജോഡി ഗിഫ്റ്റായിട്ട് തന്നതാണ്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയോട് ചോദിക്കാൻ പറയുമ്പോൾ നോവ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് അവൻ ഈ നേഴ്സിനെ ചീത്ത പറയാൻ തുടങ്ങുന്നതും നേഴ്സ് പറയുന്നുണ്ട് ഓ അപ്പൊ ഞാനാണല്ലേ ചീത്ത, നിങ്ങളുടെ അമ്മ അയൽക്കാരിയെ കൊന്നതിന് ശേഷം ആ ശരീരം നിങ്ങൾ രണ്ടുപേരും കൂടി ആ പുഴയിൽ കൊണ്ട് ഉപേക്ഷിച്ചു, എന്നിട്ടിപ്പോ ഞാൻ മോശമാണെന്നല്ലേ? അപ്പൊ തന്നെ നമ്മുടെ നോവ ഓക്കെ ശരി, നീ പറഞ്ഞതുപോലെ തന്നെ $10,000 നാളെ ഉച്ചയ്ക്ക് ഞാൻ തരും. ആ പഴയ റെയിൽവേ സ്റ്റേഷൻ ഭാഗമല്ലേ അവിടേക്ക് വന്നാൽ മതി, അവിടെ ആകുമ്പോൾ ഒരുപാട് ദൂരത്തേക്ക് വേറെ ആരും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ആ നേഴ്സ് മറ്റൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് 3 മണിക്ക് അവിടേക്ക് വരാൻ പറയും.
അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ നേഴ്സ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഇവര് രണ്ടുപേരും റൂമിലേക്ക് വന്നിട്ട് പണം എണ്ണുകയാണ്. ഇപ്പോ ഹീറോയിൻ മെഗ് ഉണ്ടല്ലോ, അവളിപ്പോ പറയുന്നുണ്ട് എനിക്കൊരു $2000 ഈ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, പിന്നെ ഒരു $3000 അത് കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുക്കാം, നിന്റെ കയ്യിൽ എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ $600. ഇതും വെച്ചിട്ടാണ് ഇത്രയും വലിയ ഡയലോഗും പറഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ നോവ പറയുന്നത്, ശരി നമ്മളിപ്പോ അവൾക്ക് പണം കൊടുത്തെന്ന് വെച്ചു, എന്നിരുന്നാലും അവൾ മിണ്ടാതിരിക്കുമെന്ന് എന്താ ഉറപ്പ്? അല്ലാന്നുണ്ടെങ്കിൽ അവൾ വീണ്ടും പണം ചോദിച്ചിട്ട് പിന്നെയും വന്നാലോ? അപ്പോ മെഗ് പറയും, നോവ പിന്നെ വേറെന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോ നമ്മൾ അവളെ വിശ്വസിക്കാല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് മെഗ് ചോദിക്കും, അല്ല നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് അവളെ കൊല്ലാനാണോ? ഹേയ് അതൊന്നുമല്ല, ഞാൻ അതൊന്നുമല്ല പറഞ്ഞു വന്നത്, ഇതെല്ലാം പേടിക്കാനായിട്ടുള്ള ഒരു കാരണങ്ങളാണ് എന്ന് മാത്രമാണ്. എന്നിട്ട് നോവ പറയും, ഓക്കെ ഇനിയിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചാലും ഞാൻ വീട്ടിലേക്ക് പോകാൻ പോവാണ്, എന്നിട്ട് ബോഡിയെ ഇവിടേക്ക് കൊണ്ടുവരും എന്ന് പറയുമ്പോ മെഗ് പറയും, എന്ന് ബോഡിയോ? അവനെതിരെ ഇവിടേക്ക് കൊണ്ടുവരുന്നേ, കാരണം ഈ കാര്യത്തിൽ അവന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ മെഗ് പറയും, ഓക്കെ അതൊക്കെ ശരിയാണ്, പക്ഷെ അവനൊരു കുറ്റവാളിയാണ്, അവനെ കൊണ്ടുവന്നാൽ ഒരിക്കലും ശരിയാവത്തില്ല, പിന്നെ നമ്മൾ ചെയ്തത് എന്തായാലും ഒരു തെറ്റ് തന്നെയാണ്, നമ്മൾ ആ ഒരു ബോഡി കോറിയയിൽ കൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ പോലീസ് കണ്ടുപിടിച്ചിട്ട് നമ്മളെ പിടിച്ചാലും നമ്മളെന്തായാലും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതേപോലെ തന്നെ നമ്മുടെ അമ്മയും, കാരണം അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നേക്കാണ്, പിന്നെ അവർ 30 വയസ്സിൽ ചെയ്ത ആ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഈ കാര്യം പോലീസിനോട് പറയാന്ന് പറയുമ്പോൾ നോവ പറയും, ഓക്കെ പോലീസിനോട് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്ഥലത്ത് നിന്നും എന്തായാലും മാറണം, നിന്റെ കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റണം, കാരണം ഇതുപോലെ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല, പിന്നെ പുതിയൊരു ജോലി, അവിടുത്തെ പുതിയ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നറിയോ? അതിലും നല്ലത് ഒന്നുകിൽ അവൾക്ക് പണം കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ സഹായിക്കാൻ വേണ്ടി ബോഡിയെ പോയി വിളിച്ചോണ്ട് വരിക, ആ കാര്യം ഞാൻ എന്തായാലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ നോവ ബോഡിയെ വിളിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നോഹ നേരെ ബോഡി എന്ന് പറഞ്ഞ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവനെ വിളിക്കും, ഹേയ് ബോഡി ഇത് ഞാനാണ് നോവ എന്ന് പറയുമ്പോൾ അവൻ ഡോർ ഉറക്കാണ്, ഒരു മുട്ടത്തലയൻ. അങ്ങനെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് ബോഡി പറയുന്നത്, അല്ല അമ്മായി ജോഡിക്ക് എങ്ങനെയുണ്ട്, സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോവ പറയും, അതെ ശരി തന്നെയാണ്, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ, ഞാനും അമ്മായിയെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നോവ, ബോഡി നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് വന്ന് ഇപ്പോൾ നടന്ന കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ പറയാണ്. എന്നിട്ട് ബോഡിയോട് പറയുന്നുണ്ട്, ബോഡി നീ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ അമ്മായി ജോഡി ഇതുപോലെ ഒരാളെ കൊല്ലും? അതുകൊണ്ട് നീ എന്തായാലും ഞങ്ങളെ സഹായിക്കാൻ വരണം, കാരണം ആ നേഴ്സിനെ നീ ഒന്ന് പേടിപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല, ഞങ്ങൾ അവൾക്ക് പണം കൊടുക്കും, പിന്നീട് അവൾ അത് വേറെ ആരോടും പറയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബാക്കപ്പിന് വേണ്ടി മാത്രം എന്നെല്ലാം പറയുമ്പോൾ ആദ്യം ബോഡി അതിന് സമ്മതിക്കത്തില്ല. പക്ഷെ നോവ അവന്റെ അമ്മായിയായിട്ടുള്ള ജൂഡിയുടെ പേര് പറഞ്ഞിട്ട് ഒരു വേദിയിൽ നമ്മുടെ ബോഡിയെ കൊണ്ട് സമ്മതിപ്പിച്ച് അടുത്ത ദിവസം ആ നേഴ്സിനെ കാണാൻ വേണ്ടി ഇവർ വരികയാണ്. അങ്ങനെ കാർ കൊണ്ട് നിർത്തുമ്പോൾ നമ്മുടെ ബോഡി ആൾറെഡി തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മെഗിനോട് പറയും, മെഗ് എന്തായാലും നീ ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂ അല്ലേ, അതിന് ക്ഷണിച്ചത് കണ്ട് ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ എന്തായാലും കാറിൽ തന്നെ ഇരിക്കേ എന്ന് പറയുമ്പോൾ ആ നേഴ്സ് പെട്ടെന്ന് ഈ ഡൈനറിനകത്തേക്ക് കയറിപ്പോവും. ഇത് കാണുമ്പോഴത്തേക്കും ബോഡി പറയും, ശരി പണം ഇങ്ങതാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞ് അവൻ പണവും കൊണ്ട് നേരെ ആ നേഴ്സിന്റെ മുന്നിലേക്ക് നിന്നിരിക്കുകയാണ്. അപ്പൊ ആ നേഴ്സിന്റെ പേര് ഗ്രേസി എന്നാണ്. അപ്പോൾ ബോഡിയെ കാണുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, ഓ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും നിന്നെ പറഞ്ഞു വിട്ടത്, പക്ഷെ ഒരു കാര്യമില്ല, ഞാൻ പേടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ബോഡി പറയും, ശരി എന്തായാലും ഞാൻ ഈ പണം തരാൻ വേണ്ടിയിട്ടാണ് വന്നത്, പിന്നെ ഇത് സംസാരിച്ചുകൊണ്ട് തിരിച്ചു വരാതെന്ന് കൂടി പറയാൻ വേണ്ടി. അപ്പോൾ ഗ്രേസി പെട്ടെന്ന് ജൂഡിയെ പറ്റിയും അതേപോലെ തന്നെ അവരുടെ മക്കളെ പറ്റി, മെഗും നോവ ഉണ്ടല്ലോ ഇവരെ പറ്റിയെല്ലാം പറയാണ്. നിന്നെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ നിന്നെ വിളിക്കത്തുള്ളൂ, അതേപോലെ തന്നെ അവർ രണ്ടുപേരും അവരുടെ അമ്മയെ ഒരിക്കലും നോക്കിയിരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് എന്നെ ജോലിക്ക് വെച്ചത് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, ശരി വേണമെന്നുണ്ടെങ്കിൽ നീ ഈ പണം എടുത്തുകൊണ്ട് പോയിക്കോ, ജൂഡിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് എന്നുള്ള രീതിയിലെല്ലാം. ഈ നേഴ്സ് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബോഡി ഉണ്ടല്ലോ അവളുടെ കയ്യിൽ കിടക്കുന്ന ജൂഡിയുടെ വാച്ച് കാണുന്നത്. അപ്പോൾ അവൻ പറയും, ഇതിന്റെ പേരിൽ എന്റെ അമ്മായിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ പിറകെ വന്ന് നിന്റെ കഴുത്ത് ഞാൻ മുറിക്കും, എന്നെ നിനക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അവളെ ഭീഷണിപ്പെടുത്തി പണം കൊടുക്കാതെ ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അവൾ പറയുന്നത്, നീ വലിയൊരു തെറ്റാണ് ചെയ്യുന്നതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ബോഡി അതൊന്നും വലിയ കാര്യം വെക്കാതെ ബാഗ് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഇവർ രണ്ടുപേരും കാറിലിരുന്നിട്ട്, അല്ല ഇവനെന്താ ഈ ബാഗും കൊണ്ട് തിരിച്ചു വരുന്നേ, ഒന്നും സംഭവിച്ചില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനോടി കാറിനടുത്തേക്ക് വരും. അപ്പോൾ ഇവർ ചോദിക്കുക, അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഏയ് പണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഗ്രേസി ഇപ്പോൾ അവളുടെ കാറും എടുത്ത് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആകെ ടെൻഷനായി പോയി, ഇപ്പോൾ പണം കൊടുക്കാതെ അവൾ പോയെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമല്ലോ. അപ്പോൾ നോവ പറയും, ശരി ബോഡി നിന്നെ എന്തായാലും ഞങ്ങൾ പിന്നീട് കാണാം, 2 ദിവസം കഴിഞ്ഞ് കാണാം, ഇപ്പോൾ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് അവർ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും പാറ്റി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അത് വന്നിട്ട് ആ ഒരു ഓഫീസറിനോട് ഇങ്ങനെ പറയണം, മാഡം അവരുടെ ശരീരം 30 വർഷമായിട്ട് വെള്ളത്തിൽ തന്നെ ഇല്ലായിരുന്നു, കുറച്ച് നാൾ മാത്രമാണ് വെള്ളത്തിൽ കിടന്നത്. അപ്പോൾ പോലീസുകാർ പറയും, ശരി അങ്ങനെയാണെങ്കിൽ അവരുടെ ശരീരം ഇപ്പോൾ അവർ മാറ്റേണ്ട ആവശ്യം എന്താണ്, ഇവിടെ അടുത്ത് എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വീട് പുതുക്കി പണിയുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ശരീരം ഇവിടെ വെക്കാനായിരിക്കും ചാൻസ് എന്നല്ല ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോവയെ കാണിക്കുമ്പോൾ അവൻ വീട്ടിലിരുന്ന് ബുക്കെല്ലാം വായിക്കുന്ന സമയത്താണ് വെളിയിൽ
ആരോ ഒരാള് ബെല്ലടിക്കുന്നത് പോലെ. അതേസമയം ഇവിടെ മെഗിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ അവളുടെ ബിസിനസിന്റെ കാര്യമായിട്ട് അവളുടെ പാർട്ണറുമായിട്ട് വീഡിയോ കോൾ ചെയ്യാണ്. അപ്പോഴേക്കാണ് നോവ പതിയെ വെളിയിലേക്ക് എത്തി നോക്കുമ്പോൾ ആരോ വന്നിട്ടുണ്ട്. പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് നമ്മുടെ മെഗിന് അത് മെസ്സേജ് അയച്ചു കൊടുക്കും. ഇത് കാണുന്ന മെഗ് ആണെങ്കിലോ ഓക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ട് അവൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ നോവ ഉണ്ടല്ലോ, അവൻ വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും ഗ്രേസി എന്ന് പറഞ്ഞ ഒരു നേഴ്സ് അവളോടൊപ്പം വേറൊരുത്തനെ വിളിച്ചോണ്ട് വന്നേക്കുന്നു. എന്നിട്ട് അകത്തേക്ക് കയറി ഇപ്പോൾ നമ്മുടെ മെഗിന് മെസ്സേജ് അയക്കും. അവളാണെങ്കിലോ കാറും എടുത്ത് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് സിഗ്നലിൽ പെട്ടുപോയി. ഇവിടെ നോവയാണെങ്കിലോ മെഗിനെയും കാത്ത് അവിടെ തന്നെ ഇരിക്കും. ഇവര് രണ്ടുപേരും വീടിനകത്ത് തന്നെയുണ്ട്. അതുമല്ല നമ്മുടെ മെഗിന് വെറും 20 മിനിറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനു മുന്നേ ഇവിടേക്ക് വരണം. അപ്പോൾ നോ പറയുന്നുണ്ട് ഓക്കെ അവളിപ്പോൾ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഗ്രേസി ഒരിക്കലും സമ്മതിക്കത്തില്ല. അവള് പറയും ഇല്ലില്ല സമയം കഴിയാറായി, ഞാൻ പോലീസിനെ വിളിക്കുകയാണെന്ന് പറഞ്ഞ് അവള് 911 വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മെഗിനെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ നല്ല വേഗതയിൽ തന്നെ കാർ ഓടിച്ച് വീടിനകത്തേക്ക് ഓടിക്കയറിയിട്ട് ഏയ് ഞാൻ കറക്റ്റ് സമയത്ത് വന്നു എന്ന് പറയുന്നതും ഗ്രേസി പറയും ഇല്ല ഒരിക്കലും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ വെളിയിൽ പോലീസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഗ് ഓടി വെളിയിലേക്ക് വന്നിട്ട് ഹായ് സാർ, നിങ്ങൾ ഞങ്ങളെ വിളിച്ചോ? അതെ സാർ, ഞങ്ങൾ തന്നെയാണ് വിളിച്ചത്, പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നോവ് പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് അതെ സാർ, ഞാനും എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരാണ് ഞങ്ങളെ വിളിച്ചത്, ഞങ്ങളാണ് നിങ്ങളെ വിളിച്ചത് എന്നല്ല എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പറയും ശരി ഞങ്ങളൊന്ന് അകത്തേക്ക് വന്നിട്ട് എന്ന് ചോദിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ നോഹ ഇപ്പൊ ആ പോലീസുകാരോട് പറയുന്നുണ്ട് സാർ ഇതെന്റെ സഹോദരിയാണ്, ഇത് ഞങ്ങളുടെ അമ്മയുടെ വീടാണ്, പിന്നെ ഇത് രണ്ടും ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ പോലീസുകാരൻ ചോദിക്കും നിങ്ങൾ ആരെങ്കിലും കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നോവ പെട്ടെന്ന് എന്ത് ഞങ്ങൾ വലിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് പെട്ടെന്ന് അവൻ പറയും അതെ ഞാൻ വലിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ പോലീസുകാരൻ പറയും ശരി ഞാൻ ഈ വീടൊന്ന് പരിശോധിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബേസ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമല്ലോ. അപ്പോൾ മെഗ് പറയും ഇല്ല സാർ കുഴപ്പമൊന്നുമില്ല, ഈ വീട്ടിൽ പലയിടങ്ങളിലായിട്ട് റാക്കൂണുണ്ട്, അത് ഞങ്ങളുടെ അമ്മ കുറെ നാളായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പോയിട്ട് വെറുതെ അസുഖങ്ങളൊന്നും വരുത്തണ്ട എന്നെല്ലാം പറഞ്ഞ ആ പോലീസുകാരനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ പോലീസുകാരനെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൻ പോയതിനു ശേഷം ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറി വരുമ്പോൾ ഇപ്പൊ ഗ്രേസി പറയുന്നത് എന്താണെന്നറിയോ? ഓക്കെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നാളെ ഉച്ചയ്ക്ക് ഒരു $25,000 അങ്ങ് വന്നാൽ മതി എന്ന് പറയുമ്പോൾ എന്ത് $25,000? അതെ വേറെ ഒന്നുമില്ല നമുക്ക് സംസാരിക്കാനായിട്ട്, നാളെ അവിടെ വെച്ച് കാണുന്നെന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും പുറത്തേക്ക് വരുമ്പോൾ അവളുടെ കൂടെയുള്ള ഒരാളുണ്ടല്ലോ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ നോവയെ ഒരു ഒറ്റ ഇടി കാലുകൊണ്ട് എന്നിട്ടാണ് ഇവര് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ രണ്ടുപേർക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നേരത്തെ ആണെങ്കിൽ $10,000 കൊടുത്ത് വെറുതെ വിട്ടാൽ മതിയായിരുന്നു, ഇപ്പൊ $25,000 കൊടുക്കണം. അതുമല്ല ഗ്രേസിയും അതേപോലെ തന്നെ അവളുടെ കൂടെ വന്ന അവരത്തിനും കാറിൽ വരുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് എനിക്ക് കാല് നല്ലതുപോലെ വേദന എടുക്കുന്നെന്നും പറഞ്ഞ് കാർ ഒരിടത്തേക്ക് നിർത്തിപ്പെടുന്ന വെളിയിലേക്ക് ചാടി ഇറങ്ങിയിട്ടാണ് അവൻ പറയുന്നത് ഞാൻ ഇതുവരെയും ആരും ഇടിച്ചിട്ടില്ല, അതെ എന്നെ കണ്ടാൽ ഈ ലുക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാനൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്, നിനക്കറിയത്തില്ലേ ഈ പ്രശ്നത്തിലേക്ക് എന്നെ എന്തിനാ കൊണ്ടുവരുതേ എന്നെല്ലാം അവൻ ചോദിക്കുകയാണ്. പാവം ലുക്ക് കൊണ്ട് എന്തോ വില്ലനെ പോലെ തോന്നിയ ഒരാളാണ്, ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണെന്ന് അറിയുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ മെഗിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾക്ക് ഈ ഒരു പണം ഒപ്പിച്ചല്ലേ മതിയാവും. അതുകൊണ്ട് തന്നെ അവളുടെ കോളേജ് ഫണ്ടിൽ നിന്നും അവൾ കുറച്ച് പണം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പഴയ പാലമുണ്ട്, അവിടെ ഗ്രേസി എന്ന് പറഞ്ഞ ആ ഒരു നേഴ്സിനെ ഇവർ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് നമ്മുടെ മെഗ് $22,000 മാത്രമേ ഇപ്പോൾ ഒപ്പിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ പിന്നീട് തരാം, ഈ കുറച്ച് സമയം കൊണ്ട് ഇത്രയെങ്കിലും ഒപ്പിച്ചില്ലേ എന്ന് പറയുമ്പോൾ അവളുടെ കൂടെയുള്ള ഒരുത്തരുണ്ടല്ലോ അവന്റെ പേര് ഷോൻ എന്നാണ്. അപ്പോൾ ഷോൻ ഇത് കേട്ടിട്ട് അവനൊരു ഹെയർ ഡ്രസ്സർ ആയതുകൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട് ഓക്കെ ഈ പണം കൊണ്ട് നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഗ്രേസി ഒരിക്കലും സമ്മതിക്കത്തില്ല. അവൾ പറയും ഇല്ല നിങ്ങൾ പണം കൊണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും മെഗ് പറയും ശരി നീ പോലീസിനെ വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, ഇനി പോലീസ് വന്നിട്ട് ബാക്കി സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഗ്രേസി പറയും നിനക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ മെഗ് പറയും ഓക്കെ നീയാണോ എൻ്റെ കാര്യം തീരുമാനിക്കാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് മെഗ് ഓടി വന്ന് ഗ്രേസിനെ നല്ലതുപോലെ ഇടിക്കും. അങ്ങനെ ഇടിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് ഷോൺ ഉണ്ടല്ലോ അവളുടെ കൂടെ വന്ന അവൻ അവളെ പൊക്കിയെടുക്കുന്നതും മെഗ് കാലിട്ടിങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് അവന്റെ മുട്ടിലേക്ക് വന്നിരിക്കും. ഇടി കൊണ്ട് അവൻ നേരെ താഴേക്ക് വന്ന് വീണിട്ട് അവന്റെ തല വന്ന് അടുത്തുള്ള കട്ടയിലേക്ക് ഇടിക്കും. അതുപോലെ രക്തം ഒരുപാട് പോകുന്നുണ്ട്. ഇത് കണ്ട ഗ്രേസി ഓടി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് ഇവൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ മെഗ് പറയും ശരി ബാ നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവള് കാർ എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലൊരു ശബ്ദം. വേറൊന്നുമല്ല നോവേണ്ടല്ലോ അവരുടെ വീട്ടിൽ തോക്കെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഫാൻ എന്ന് പറഞ്ഞിട്ട് അവനെ ഷൂട്ട് ചെയ്തവൻ കൊല്ലും. പാവം അവനൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്, ഒരു റൗഡി ഒന്നല്ലായിരുന്നു. അപ്പൊ ഇത് കണ്ട് ഗ്രേസി അവിടെ നിന്ന് പേടിച്ചങ്ങനെ ഓടുന്നതും നോവ അവളുടെ പിറകെ ചെന്നിട്ട് ആ തോക്ക് ഉപയോഗിച്ച് അവളെയും ഷൂട്ട് ചെയ്യുന്നു. വെടികൊണ്ട ഗ്രേസ് ആ പാലത്തിനടുത്ത് നിന്ന് സൈഡിലേക്ക് വന്ന് അവിടെ നിന്ന് തെറിച്ച് നേരെ വെള്ളത്തിലേക്ക് വീണു. അവളുടെ ശരീരവും പിന്നെ കണ്ടുകിട്ടിയിട്ടില്ല. ആടി പോളി, ഒരു കുഴപ്പമില്ലാതെ പോവായിരുന്നു. ഇപ്പൊ എല്ലാം കലങ്ങി തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? അങ്ങനെ നേരെ വണ്ടിയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ നോവയോട് മെഗ് പറയുന്നുണ്ട് ആദ്യം പോയിട്ട് നിന്റെ കൈ കഴുകുക, അതേപോലെ തന്നെ അച്ഛനെ തോക്കിങ്ങത്താ എന്ന് പറയുമ്പോൾ നോവ പറയും അവൻ എന്തായാലും മരിക്കുമായിരുന്നു, പിന്നെ അവളുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
ഈ പാറ്റി എന്ന് പറഞ്ഞ് മരിച്ച സ്ത്രീയുടെ മകനുണ്ടല്ലോ, അവൻ ഇപ്പോൾ ഇവരുടെ കാറിനടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മെഗിനോട്, ഹായ് മെഗ്, നിന്നെ ഒരുപാട് നാളായല്ലോ ഇവിടെ കണ്ടിട്ട്. അപ്പോൾ അവൾ ചോദിക്കുമല്ല, നീ എന്താ ഇവിടെ? വെറുതെ ഈ വഴി വന്നതാണ്. നോ വേണ്ടോ, അവനോട് എന്തായാലും ഒരു ഹായ് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് നടന്നു പോകുന്നു. അവനാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെയാണ് കുറെ നാളായിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പാലത്തിൽ കാണിക്കുമ്പോൾ അവിടേക്ക് പോലീസ് വന്ന് ഇവരുടെ രണ്ടുപേരുടെ ശരീരം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ വെടിവെപ്പ് നടന്നിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായി. അതുപോലെ ഗ്രേസിയുടെ ശരീരം ഇവർ കണ്ടുപിടിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോവേനെ മെഗിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഗ്രേസി ഇവരുടെ അമ്മയെ ഒരു 5 മാസം നോക്കിയിരുന്നല്ലോ, അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവര് രണ്ടുപേരും പറയും, അതെ 5 മാസമായിട്ട് അമ്മയെ നോക്കിയത് ഗ്രേസിയാണ്. ഓക്കെ, നിങ്ങൾക്ക് അവളെ നല്ലതുപോലെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ നല്ലതുപോലെ അറിയാന്ന് വെച്ചാൽ അവളുടെ പ്രൊഫഷൻ അതായതുകൊണ്ട് ജോലി ഏൽപ്പിച്ചു, പിന്നെ വീട്ടിൽ വരുമ്പോഴൊക്കെ കാണും. അപ്പോൾ പോലീസുകാർ ചോദിക്കും, ശരി അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഷോണിനെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ, ഷോണോ അതാരാ? അത്യാവശ്യം ഉയരമുള്ള ഒരു കറുത്തിട്ട്. അപ്പൊ ഇവര് പറയുമില്ല, അറിയത്തില്ല. എന്തു പറ്റി? ഗ്രേസിയുടെ കഥ ഇത്തിരി വിചിത്രമാണ്, അവളെ സംശയിക്കുന്ന രീതിയിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നോവ ഉണ്ടല്ലോ, അവൻ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുന്നു. അപ്പൊ ആ പോലീസുകാർ ചോദിക്കും, അല്ല നോവ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ വെറുതെ ഇരിക്കുന്നേ എന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പറയും, നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 പേരുടെ ശരീരമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊലയാളികളെ പിടിക്കുമ്പോഴത്തേക്ക് അവരെ കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകത്തില്ലേ എന്ന് പറയുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും നമ്മുടെ മെഗിന്റെ വീട്ടിലാണ് എല്ലാവരും ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ മെഗിന്റെ ഭർത്താവ് ഡീഗോ ഉണ്ടല്ലോ, അവൻ വന്നിട്ട് പറയും വെളിയിൽ ഒരാളാണെന്ന് പറയുന്നതും. വെളിയിൽ വന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ബോഡി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊട്ടത്തലയനാണ്. അവൻ ഇപ്പൊ അകത്തേക്ക് കയറി വന്ന് ഇവരോടൊപ്പം ഡിന്നർ കഴിക്കും. അങ്ങനെ കഴിച്ചിട്ട് ഇവരെല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ബോഡി ഇപ്പോൾ മെഗിന്റെ കുട്ടികളോട് അവന്റെ കുട്ടിക്കാലത്തെ പറ്റി പറയാണ്. ഞാൻ നിങ്ങളുടെ അമ്മയായിട്ടുള്ള മെഗിനോടും അതേപോലെ തന്നെ അങ്കിളായിട്ടുള്ള നോഹയോടൊപ്പമാണ് വളർന്നത്. അത് ശരിക്കും നല്ല കുട്ടിക്കാലമായിരുന്നു, ഞങ്ങൾ നല്ല കസിൻസ് ആയിരുന്നു. അതുമല്ല നിങ്ങളുടെ അമ്മയുടെയും അങ്കിളിന്റെയും ഒരു രഹസ്യം എനിക്കറിയാം എന്നെല്ലാം പറഞ്ഞ് ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നോയ്ക്കും മെഗിനും ആകെ പേടിച്ചിട്ട് വല്ലാണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഡിന്നർ എല്ലാം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നോയയും മെഗുവിനും സംസാരിക്കുകയാണ്. അപ്പോൾ നോ പറയുന്നുണ്ട്, ഇന്നലെ ബോഡി വന്നിട്ട് നമ്മളോട് സംസാരിച്ചത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ എന്തൊക്കെയോ സംശയമുള്ളതുപോലെ. ഒരുപക്ഷെ അവരെ കൊന്നത് നമ്മളാണെന്ന് അവൻ അറിഞ്ഞു കാണോ എന്ന് ചോദിക്കുമ്പോൾ മെഗു പറയും, ഹേയ് നീ ആവശ്യമില്ലാതെ അതൊക്കെ ചിന്തിക്കാതിരിക്കെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെപ്പറ്റി ഇനി ആലോചിക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കാന്ന് പറയുന്നതും. നോയ്ക്ക് ഇപ്പോൾ നല്ലതുപോലെ ഉറക്കം പോലും വരുന്നില്ല. അവൻ ഈ ഒരു കൊലപാതകം ചെയ്തതുകൊണ്ട് തന്നെ ആ സ്വപ്നമെല്ലാം കണ്ടിട്ട് അവൻ പല സമയത്ത് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മറക്കാൻ വേണ്ടി നോവ ഡ്രഗ് എല്ലാം യൂസ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ബോഡി ഒരു ആഹാരം കഴിക്കാനായിട്ട് അവന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അങ്ങനെ മെഗും നോവയും മാത്രമാണ് ബോഡിയെ കാണാനായിട്ട് അവന്റെ ഫാം ഹൗസിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ബോഡി ചോദിക്കാല്ലേ, കുട്ടികളെ കൊണ്ടുവന്നില്ലേ? അവരെ കൂടി വിളിക്കേണ്ടതായിരുന്നു. ഓക്കെ ശരി, ബാ അകത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവന്റെ വീടിനകത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ആകെ അലങ്കോലമായിട്ട് കിടക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കാണ് നോവേ ബോഡി ഒരു റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് വാള്, കത്തി, മറ്റായുധങ്ങൾ ഇതെല്ലാം നോവയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു വാളെടുത്ത് നോവയുടെ കയ്യിൽ കൊടുത്ത് മറ്റൊരു വാള് ബോഡിയും കയ്യിൽ വെച്ചിട്ട് ബാ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും ആ വാള് വെച്ചിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. കുറെ നേരം ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നോവ അവനെ കുത്താനായിട്ട് ഇങ്ങനെ പോകുന്നതും അവൻ ഒഴിഞ്ഞു മാറും. നോവ നേരെ താഴേക്ക് വന്ന് വീഴുമ്പോൾ ബോഡി അടുത്തേക്ക് വന്നിട്ട് ആ വാളെടുത്ത് അവനെ കുത്താനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നോവ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ബോഡി പറയുന്നത്, ഹേയ് ഇത് വെറുതെ ഞാൻ കാണിച്ചാണെന്നും പറഞ്ഞിട്ട് വാളെടുത്ത് മാറ്റുമ്പോൾ ഈ ശബ്ദം കേട്ട മെഗുണ്ടല്ലോ, അവള് തോക്കും കൊണ്ട് നേരെ അകത്തേക്ക് കയറി വന്നിട്ട് നമ്മുടെ നോവയെ കൊല്ലാൻ പോകാണെന്നുള്ള രീതിയിൽ തോക്കും വെച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം അവള് വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് അത്രയും വിഷയമായി. കാരണം സ്വന്തം കസിൻസ് തന്നെ അവനെ കൊല്ലാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ നോവ പറയും, മെഗു ഒന്നും ആലോചിക്കേണ്ട, അവനെ ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ ബോഡി ഓടി അവരുടെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് ഡോറ് വഴി വെളിയിലേക്ക് ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. അങ്ങനെ ഇവര് രണ്ടുപേരും ഇപ്പോൾ ബോഡി അന്വേഷിച്ച് ആ ഒരു വീടിനകത്ത് മുഴുവൻ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ നോവ ഒരു റൂമിനകത്തേക്ക് ചെന്നിട്ട് കത്തിയും കൊണ്ട് അങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് എന്തോ ഒരു കാര്യം താഴെ വീഴുന്നുണ്ട്. അതെടുക്കാനായിട്ട് അവൻ കുനിയുമ്പോഴത്തേക്കാണ് ഒരു അമ്പ് വന്ന് പുറകിൽ താർച്ചിരിക്കുന്നു. എന്താന്ന് വെച്ചാല് ബോഡി ഇപ്പോ അമ്പും വില്ലും വെച്ചിട്ട് ഇവരെ കൊല്ലാൻ നിൽക്കാണ്. അപ്പോൾ നോവ പെട്ടെന്ന് പേടിച്ച് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ബോഡി അവന്റെ പിറകെ വന്നിട്ട് പറയുന്നുണ്ട്, ഓ അപ്പോൾ നിങ്ങൾ എന്നെ അത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ പോലീസിന്റെ അടുത്തേക്ക് പോകുന്നതാണ് നിങ്ങൾ വിശ്വസിച്ചത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവർ അവരെ കൊല്ലാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മെഗ് ഇപ്പോ അകത്ത് നിന്ന് ഒരു തോക്കും കൊണ്ട് വെളിയിലേക്ക് വരികയാണ്. അതുമല്ല ബോഡി തിരിച്ച് അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നതും അവൾ പെട്ടെന്ന് തോക്കെടുത്ത് ബോഡി അങ്ങ് ഷൂട്ട് ചെയ്യും. സത്യം പറയാലോ ബോഡി ഒരിക്കലും ഇവരെ ചതിക്കാനോ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പോലീസിന്റെ അടുത്തേക്ക് പോകത്തില്ല എന്ന് പറയുമ്പോൾ മെഗ് പെട്ടെന്ന് പേടിച്ചിട്ട് വീടിനകത്തേക്ക് കയറി ഡോർ അങ്ങടയ്ക്കും. അപ്പോൾ വെളിയിൽ നിന്ന് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും പുറകിലൂടെ വന്ന നോവ വാള് വെച്ച് അവനൊരു ഒറ്റ കുത്ത്. അങ്ങനെ പാവം ബോഡി എന്ന് പറഞ്ഞിട്ട് അവനെ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് കൊല്ലുകയാണ്.
അതുമല്ല അതിനിടയിൽ വാള് കൊണ്ടിട്ട് നോവയുടെ കൈയും മുറിയും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ ഒരു പഴയ കിണറുള്ള ഒരു വലിയ സ്ഥലമുണ്ട്. അവിടേക്ക് ബോഡിയുടെ ശരീരം കൊണ്ടുവന്ന് ആ കിണറിനുള്ളിലേക്ക് അങ്ങ് തള്ളിവിടുകയാണ്. ഇപ്പോ ഒരു ശരീരം മറയ്ക്കാൻ വേണ്ടി ഇവർ 3 പേരെയാണ് കൊന്നിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം മെഗ് ഇപ്പോൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛൻ അയൽക്കാരിയായിട്ടുള്ള പെറ്റിയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടു, അതിനല്ലേ നിങ്ങൾ അവരെ കൊന്നത് എന്ന് പറയുമ്പോൾ അവളുടെ അമ്മ പതിയെ ഇങ്ങനെ പറയുന്നുണ്ട്, സത്യം മാത്രം പറയും. അതെ, ഇനിയിപ്പോൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ, പാറ്റി കാണാനായിട്ട് അത്ര സുന്ദരിയായിരുന്നു, സെക്സി. അപ്പോൾ എന്തായാലും അച്ഛൻ വീഴും. പക്ഷെ എന്റെ ഭർത്താവ് ഒരിക്കലും അങ്ങനെയല്ല, അതുകൊണ്ടാണ് നിങ്ങൾ അവളെ കൊന്നത് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവളുടെ അമ്മ പാറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോഴാണ് വെളിയിൽ ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവർ വരുന്നത്. മെഗ് നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ നിങ്ങളുടെ അമ്മയെ കാണാൻ വന്നതാണ്, നിങ്ങളുടെ അമ്മ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ നോവയുടെ കയ്യിൽ ആ ഒരു മുറിവ് പറ്റിയല്ലോ, അതിനെപ്പറ്റിയും മെഗിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മെഗ് പറയും അതവൻ അവക്കാടോ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ തന്നെ വെച്ച് വെട്ടിക്കൊടുത്തതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ പോലീസുകാർ ഇപ്പോൾ അകത്തേക്ക് വന്ന് ഇവരോട് ഈ കേസിനെ പറ്റിയെല്ലാം പറയാണ്. ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അതെല്ലാം ഞങ്ങൾ ഉടനെ തന്നെ കണ്ടുപിടിക്കും. പിന്നെ ഗ്രേസി, അവളുടെ ഭർത്താവിന്റെ മരണം, തോക്കിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ്, ഇതെല്ലാം വെച്ചിട്ട് എന്തായാലും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മുടെ മെഗാ പോലീസുകാരിയോട് പറയും, ശരി, അവരുടെ കയ്യിലുള്ള ആ വാച്ച് അത് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയും, കാരണം അത് ഞങ്ങളുടെ കുടുംബത്തിന് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ മെഗ് നേരെ നോവയെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ആ വീടിന്റെ ബേസ്മെന്റിൽ നോവ ആരോടെ ഗെയിം കളിക്കുന്നു. ചെന്ന് താഴേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും പാറ്റി എന്ന് പറഞ്ഞ് മരിച്ചുപോയ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ മകനോടൊപ്പമാണ് അവ ഇരിക്കുന്നത്. എന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മെഗ് വന്നിട്ട് ഹേയ് നീയും കൂടുന്നോ എന്നും പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ മെഗ് അയാളുടെ പുറകിലേക്ക് വന്നിട്ട് ഒരു ചുറ്റിയല് കൊണ്ട് അയാളുടെ തലയിലേക്ക് ഒരു ഒറ്റയാടി അയാളെ അടിച്ചങ്ങ് കൊല്ലുകയാണ്. ഇത് കണ്ട നോവ അവളോട് പറയുന്നത്, നീ എന്ത് കാര്യമായി ചെയ്തേ? അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നതാണ്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെയല്ല. അവനെ കൊല്ലാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകണമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ എങ്ങനെ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മെഗ് പറയുന്നത്, ഒരു കാര്യമില്ല, നീ ഇപ്പോ എവിടെയും പോകാൻ പോകുന്നില്ല. ഇവന്റെ ശരീരം നമ്മൾ ആരും അറിയാതെ അമ്മയുടെ അതേ വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കും, അതും ആ ചുമരിനുള്ളിൽ. പിന്നെ അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി നീയാണ് ഇനി അവിടെ നിൽക്കാൻ പോകുന്നത്. ഒരു നേഴ്സിനെ പോലെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അമ്മയ്ക്ക് എപ്പോഴും കൂട്ടായിട്ട് നീ തന്നെ അവിടെ ഉണ്ടാവണം. എന്നിട്ട് നമ്മളെല്ലാവരും പഴയതുപോലെ തന്നെ ജീവിക്കും, ഒരു കുഴപ്പമില്ലാതെ. ഞാൻ എന്റെ കുട്ടികളോടൊപ്പം നല്ല സന്തോഷമായിട്ട് നീ അമ്മയുടെ കാര്യങ്ങൾ നോക്കി അമ്മയ്ക്ക് സമയത്തിന് മരുന്ന് കൊടുത്ത് ആ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊലപാതകം മറയ്ക്കാൻ വേണ്ടി മൊത്തത്തിൽ 4 പേരെ ഈ സഹോദരങ്ങൾ കൊന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവർ സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ സാധാരണ കാണുന്ന സിനിമകളുടെ ക്ലൈമാക്സിൽ ഒന്നുകിലെ കുറ്റവാളികളെ പിടിക്കും, അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടും. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് തെറ്റ് ചെയ്ത് അവരിപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.